കുക്കുംബറും സവാളയും കൊണ്ടേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ഫ്രഷ് സലാഡാണ് ഇന്നത്തെ റെസിപ്പി. ഡയറ്റ് നോക്കുന്നവർക്കും വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും മീലിലേക്ക് ചേർക്കാൻ പറ്റിയ ഒരു നല്ല ഓപ്ഷനാണിത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു കക്കിരിക്ക, ഒരു സവാള, അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി, അതുപോലെ കുറച്ച് നമ്മുടെ മല്ലിയില വേണം. പിന്നെ നമുക്ക് പൊടികളായിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ, അത് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഓരോന്നായി എന്തൊക്കെയാണെന്ന് പറയാവേ. ആദ്യമായിട്ട് നമുക്കിവിടെ സവാള ഒന്ന് നന്നായിട്ട് തൊലിയൊക്കെ പൊളിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി വേണം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നമുക്ക് പെപ്പർ പൗഡർ വേണം, അതായത് കുരുമുളക് പൊടി വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് 2 ഐറ്റംസാണ്. നമ്മുടെ വെള്ള നിറത്തിലുള്ള എള്ളും, അതായത് വെള്ള എള്ളും, പിന്നെ നമുക്ക് കുറച്ച് ബ്രൗൺ ഷുഗർ, അതായത് നമുക്ക് പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല, ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു അല്പം ശർക്കരയുടെ പൊടി ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കക്കിരിക്ക, അതായത് കുക്കുംബർ ഇല്ലെങ്കിൽ നാടൻ നമ്മുടെ ഉള്ള വെള്ളരിയുടെ ചെറുത് ഉപയോഗിച്ചാലും മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മൾ ഒന്നേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു ബൗളിൽ കുറച്ച് ഐസ് വെള്ളം വേണം കേട്ടോ. വെള്ളവും ഐസും കൂടി ഇട്ടിട്ടുള്ളതിലേക്ക് നമ്മൾ ഈ സവാള ഇട്ട് വെക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റും നന്നായിട്ട് മറ്റേ ഉള്ളിയുടെ ആ മണമൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ കക്കിരിക്ക അല്ലെങ്കിൽ കുക്കുംബർ അല്ലെങ്കിൽ കുഞ്ഞ് വെള്ളരി എന്ന് പറയില്ലേ, അത് നമ്മൾ കട്ട് ചെയ്യുകയാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മളിതിൻ്റെ തൊലി കളയുന്നില്ല കേട്ടോ. തൊലിയിലാണ് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ നമ്മൾ തൊലി കളയാതെ തന്നെ മുറിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇല്ലേ, അതായത് നമ്മൾ വിത്തൊക്കെ വരുന്ന അതിൻ്റെ കുരു വരുന്ന ആ പോർഷൻ നമ്മൾ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അങ്ങോട്ട്, അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ച ശേഷം നമുക്ക് കനം കുറഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞ ശേഷം അതിനെ 2ആക്കി എടുക്കുക കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഓരോ പോർഷനായിട്ട് സെൻറ്ററത്തെ മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ നീളത്തിൽ നൈസായിട്ട് അരിയാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴിക്കാനൊക്കെ നല്ല രസമുണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോരോ കക്കിരിക്കയും, അതായത് കുക്കുംബർ നമ്മൾ ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുക്കുംബർ അരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ മല്ലിയില, അത് ചെറുതായിട്ട് കുനുകുനാന്ന് ഇങ്ങനെ അരിഞ്ഞു വെക്കണം കേട്ടോ. ഇത് നമ്മുടെ സലാഡിന് ഒരു നല്ല ഫ്ലേവർ തരുന്നതായിട്ടാണ്. ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഐസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സവാള അരിഞ്ഞതില്ലേ, അതും കൂടി നമുക്ക് പ്ലേറ്റിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സവാള അരിഞ്ഞതും കുക്കുംബറും നമ്മുടെ കൊറിയാൻഡർ ലീഫ്, അതായത് മല്ലിയിലയും കൂടെ നമുക്ക് ഓരോന്നായിട്ട് ബൗളിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ ഇതാണ് മെയിനായിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുക്കുംബർ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പൊടികളായ ബ്രൗൺ ഷുഗർ ആദ്യം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മതി, ഒരുപാട് എരിവ് ആവശ്യമില്ല. അപ്പോൾ എല്ലാം 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് രണ്ട് മെയിൻ ഐറ്റംസ് ഉണ്ട്. അത് ഇതിന് നന്നായി ഫ്ലേവർ തരുന്നതാണ്. ഒന്ന് റെഡ് ചില്ലി സോസാണ്, അതൊരു 3/4 ടീസ്പൂൺ മതി കേട്ടോ. അത് നന്നായിട്ട് അതിലൊഴിക്കാം, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്കിനി ആവശ്യമുള്ളത് എള്ളെണ്ണ എന്ന് പറയും, എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതും 1 ടീസ്പൂൺ വേണം. അപ്പോൾ അത് രണ്ടും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കണത്. വേറെ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് 2 കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അടുത്തതായി 2 സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ മല്ലിയിലയും, പിന്നെ നമ്മൾ ഒരു 4-5 വെളുത്തുള്ളി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞതും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച നമ്മുടെ അടിപൊളി ഒരു ഹെൽത്തി സാലഡായി കേട്ടോ. കുറച്ച് ഐറ്റംസ് തന്നെയുള്ളൂ. അപ്പോൾ ഇതെല്ലാം വെച്ച് നമുക്ക് ഒരു അടിപൊളി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളുത്ത എള്ളുണ്ടല്ലോ, കറുത്ത എള്ളാണെങ്കിലും ഉപയോഗിക്കാം,
പക്ഷെ കറുത്ത എള്ളിനേക്കാളും ടേസ്റ്റ് ഉള്ളത് വെളുത്ത എള്ളിനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെളുത്ത എള്ളൊക്കെ ഉപയോഗിച്ച് ഇതേപോലെ നമ്മുടെ സാലഡ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല ഭംഗിയിൽ ഉള്ള സാലഡല്ലേ, എല്ലാവർക്കും കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നില്ലേ. അപ്പോൾ നമ്മുടെ വണ്ണം കുറയ്ക്കാനും ഹെൽത്തി ഡയറ്റ്സ് ഒക്കെ നോക്കുന്നവർക്കും അടിപൊളിയായിട്ട് കഴിക്കാവുന്ന ഒരു മീലാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇത് യൂസ് ചെയ്യാം, നൈറ്റ് ഡിന്നറിനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ സ്ഥിരം കഴിക്കുന്ന ഒരു നല്ല അടിപൊളി സാലഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ സാലഡ് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരുടെ അഭിപ്രായങ്ങളും ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. അപ്പോൾ പുതിയ ഒരു റെസിപ്പി ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും താങ്ക് യു.